നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് വിളഞ്ഞ് പഴുത്ത് നിൽക്കുന്ന ബുഷ് ഓറഞ്ച് കണ്ടോ. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ വിളഞ്ഞ് പഴുത്ത് നിൽക്കുന്ന ബുഷ് ഓറഞ്ചിൻ്റെ വിളവെടുപ്പും അതുപോലെ ഇത് നിറഞ്ഞ് കായ് പിടിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ, ഇന്ന് വിളവെടുത്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്താണ്. നമുക്കറിയാം ബുഷ് ഓറഞ്ചിന് നല്ല പുളിയാണ്, എന്നാൽ മാക്സിമം പുളി കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ബുഷ് ഓറഞ്ച് കണ്ടില്ലേ, എല്ലാം ഒരുപോലെ പഴുത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. ഞാൻ ഇപ്പം കുറേ ദിവസമായി ഇതിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പം പെട്ടെന്നൊന്നും ഇതങ്ങനെ ചീഞ്ഞു പോകത്തില്ല. നമുക്ക് നല്ലപോലെ പഴുക്കുന്നത് വരെ ഇതുപോലെ വേണ്ട, ഇതുപോലെ നല്ല മഞ്ഞ കളറാവുമേ. അതുവരെ നമുക്കിത് കുറച്ച് നാൾ നിൽക്കുമേ. വർഷം മുഴുവനും നമുക്ക് കായ് കിട്ടുന്ന ഒരു ഇനമാണ് ഈ ബുഷ് ഓറഞ്ച് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ഈ ബുഷ് ഓറഞ്ചിൻ്റെ പുളി കൊണ്ട് നമുക്ക് ഇതിനെ വലിയ ഇഷ്ടമില്ല, എന്നാൽ വൈറ്റമിൻ സിയുടെ കലവറയാണ് ബുഷ് ഓറഞ്ച്. നമുക്കറിയാം എപ്പോഴും പുളി കൂടുതലുള്ളത് നമുക്ക് ഗുണം കൂടുതലുള്ളതാണേ. അപ്പം നമുക്കിത് ജ്യൂസ് അടിക്കാം, വൈനാക്കാം, അതുപോലെ അച്ചാറിടാം, ഉപ്പിലിടാം. ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് നമുക്കിത് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ നിറയെ കായ് പിടിക്കാം. കണ്ടോ, ഇതിലിപ്പോൾ ഒത്തിരി കായകളുണ്ട്. നമുക്ക് എണ്ണാൻ പറ്റാത്ത പോലെ കായകളുണ്ട് ഈ ചെറിയൊരു ഇതിൽ. നമുക്കറിയാം ഇത് ഹൈറ്റ് വെച്ച് പോകുന്നതല്ല, അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഇതിന് ബുഷ് ഓറഞ്ച് എന്ന് വിളിക്കുന്നത്. കൂടുതൽ കായ്കൾ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല മഴയുള്ള സമയങ്ങളിൽ ഇത് നീണ്ടു വളർന്നു വരുമേ. ആ സമയങ്ങളുണ്ടല്ലോ നല്ല പുഷ്ടിയായിട്ടിരിക്കും. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ചെറിയ പ്രൂണിങ് ഒക്കെ ഇതിന് കൊടുക്കണം. ഒന്ന്, പിന്നെ നല്ല സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കണം. ഈ ബുഷ് ഓറഞ്ച് സാധാരണ നമ്മുടെ ചെറിയ ഓറഞ്ചിൻ്റെ അത്രയൊക്കെ വലിപ്പമുള്ളതാണ്, തീരെ കുഞ്ഞ ഓറഞ്ച് അല്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാധാ ഓറഞ്ച് പോലെ തന്നെ. പിന്നെ ഇത് പൊളിച്ചെടുക്കുമ്പോഴാണെങ്കിലും ഓറഞ്ച് പോലെ തന്നെ നമുക്ക് പൊളിച്ചെടുക്കാവുന്നതാണ്. നല്ല സൺലൈറ്റ് ഇരിക്കുമ്പോൾ ഇതിനെപ്പോഴും ഇങ്ങനെ നമ്മൾ വളം കൂടെ കൊടുക്കുന്ന ഉടനെ ഉണ്ടല്ലോ പൂക്കൾ കൂടുതലായിട്ടുണ്ടാകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. വർഷത്തിലൊരു 3 വട്ടമൊക്കെ നമുക്ക് ഇതിന് വിളവെടുപ്പ് നടത്താൻ പറ്റും. പിന്നെ നമ്മളിതിന് കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ജൈവ വളങ്ങളൊക്കെ ഇതിന് കൊടുക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മൾ ജൈവ വളം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ കായ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഫിഷ് അമിനോ ആസിഡ്. ഞാനത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിഷ് അമിനോ ആസിഡ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പം അങ്ങനെ നമ്മൾ മത്തിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. അത് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഇതിന് കായ് പിടിക്കും. പിന്നെ നമ്മുടെ ഈ ബുഷ് ഓറഞ്ചിന് നല്ല പുളി കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുക, നല്ല വെയിലത്ത് തന്നെ നമ്മുടെ ചെടിയെ വെക്കുക കായ് പിടിച്ചതിന് ശേഷമേ. അപ്പോൾ അങ്ങനെ വേനലിൽ നല്ല ചൂടിൽ വിളഞ്ഞ് പഴുക്കുന്ന ബുഷ് ഓറഞ്ചിനുണ്ടല്ലോ വലിയ പുളിയില്ല. വെള്ളം കൂടുതലായിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുക, നമ്മൾ ആവശ്യത്തിന് മാത്രം കൊടുക്കുക. അത് ചട്ടിയിലിരിക്കുന്ന ചെടിയുടെ കാര്യമാണേ. നമ്മൾ നിലത്തിരിക്കുന്ന ചെടിയാണെങ്കിൽ കുഴപ്പമില്ല, അത് നിലത്തോട്ടങ്ങ് പിടിച്ചോളും വെള്ളം. നമ്മൾ ഈ ചട്ടിയിലിരിക്കുന്ന ഈ മണ്ണിൽ വെള്ളം കെട്ടിക്കിടക്കുവാണെങ്കിൽ കൂടുതൽ വെള്ളം ചെന്നാലും നമ്മുടെ ഈ പുളിയാണെങ്കിൽ നല്ല പുളി വരുമേ ഓറഞ്ചിന്. അപ്പം ചുവട് നല്ലതായിട്ട് ഡ്രൈ ആകുന്നവരെ നമ്മൾ വെള്ളം കൊടുക്കാതിരിക്കുക. അപ്പം നല്ല പുളി, എന്നാലും ചെറിയ പുളി ഉണ്ടാവും, എന്നാലും പുളി കുറഞ്ഞിരിക്കും. മറ്റേ ആ പുളിയുടെ ആ കാഠിന്യം ഒന്ന് കുറഞ്ഞിരിക്കും. പിന്നെ കൂടുതൽ വെള്ളം കെട്ടിക്കിടന്നാലും നമ്മുടെ ഈ കായ്കൾ പൊഴിഞ്ഞു പോകുമേ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ കണ്ട് ഇപ്പോൾ ഇതിന് തന്നെ എല്ലാ കൊമ്പിലും ഇതുപോലെ ഇതായതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അനങ്ങുന്ന ഉടനെ പൊഴിഞ്ഞു പോയി തന്നെ ഇതിൻ്റെ ചുവട്ടിലുണ്ട്. അപ്പോൾ ഈ 2 കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ പുളി ഇച്ചിരി കുറവുള്ള ബുഷ് ഓറഞ്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇതിൻ്റെ കായ്കൾ പൊഴിഞ്ഞു പോകുന്നത് ചിലതൊക്കെ ആണെങ്കിൽ കായ് പിടിക്കുന്ന സമയത്ത് തന്നെ അത് പൊഴിഞ്ഞു പോകാറുണ്ട്. അത് നമ്മുടെ ഈ മൂലകങ്ങളുടെയൊക്കെ കുറവുണ്ട്, ബോറോൺ, കാൽസ്യം ഇതുപോലുള്ള മൂലകങ്ങളുടെ കുറവുകൊണ്ടും അങ്ങനെ സംഭവിക്കാം. അപ്പം നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കെല്ലാം മൈക്രോ ന്യൂട്രിയൻറ്റ് നമ്മൾ കൊടുക്കണേ. അപ്പോൾ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചും പ്രായത്തിനനുസരിച്ചും നമുക്ക് അതിൻ്റെ അളവ് 1 സ്പൂണൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്കറിയാം മൈക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ഒത്തിരി വേണ്ട. വലിയൊരു കായ്ച്ചു കിടക്കുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെങ്കിൽ അതിനൊരു 10 ഗ്രാമൊക്കെ നമുക്ക് ചട്ടിയിൽ കൊടുത്താൽ മതിയേ.
നമ്മളെ കായ് പറിച്ചതിന് ശേഷം നമ്മൾ ഇന്ന് ഇതിന് കൊടുക്കുന്നത് സ്റ്റെറാമിലാണേ. സ്റ്റെറാമിലും ചാണകപ്പൊടി, നല്ലപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയൊന്നും നമുക്ക് വേണ്ട. നമുക്കൊരു ചട്ടിയുടെ ഇതിനനുസരിച്ച് നമുക്ക് കൊടുത്താൽ മതി. പോട്ടിൻ്റെ അനുസരിച്ചും ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചും ഒക്കെ. നമ്മളിവിടെ ഒരു പിടിയാണ് കൊടുക്കുന്നത്. നമുക്ക് ഈ ഓറഞ്ച് വിളവെടുക്കാമേ. എല്ലാം ഒരുപോലെ പഴുത്ത് നിൽക്കുവാണ്. ഇതുപോലെയാണ് കണ്ടോ, അല്ലിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയും ചെറിയൊരു പ്ലാന്റിൽ നിന്ന് ഇത്രയും ഓറഞ്ച് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. കണ്ടോ, ചെറിയൊരു പ്ലാന്റിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ നട്ടുപിടിപ്പിക്കുക. നമുക്കിതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാമേ. ഈ സ്റ്റെറാമിൽ നല്ലൊരു ജൈവ വളമാണേ. അപ്പോൾ ഇതിൽ മൈക്രോ ന്യൂട്രിയൻറ്റും മാക്രോ ന്യൂട്രിയൻറ്റും എല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സമ്പൂർണ്ണ വളമാണ്. പ്ലാന്റുകൾക്ക്, ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്ക്, ചെടികൾക്കൊക്കെ ഇത് നല്ലൊരു വളമാണേ. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലിടുന്നത് ചാണകപ്പൊടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നല്ല രീതിയിൽ നൈട്രജൻ്റെ കണ്ടൻറ്റ് ചാണകപ്പൊടിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടി നല്ല ഗ്രോത്ത് ഉണ്ടാവാനും നല്ലതായിട്ട് പിന്നെ വളർന്ന് കയറി വരും. നമുക്കറിയാം ഇത്രയും കായ് പിടിച്ചൊരു ചെടി ആയതുകൊണ്ട് ഇനിയും നല്ല രീതിയിൽ നമ്മൾ വളങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ ചെടി നല്ലപോലെ കരുത്തുള്ള ഒരു ചെടിയായിട്ട് വളർന്നു വരികയും വീണ്ടും നിറയെ പൂക്കളിട്ട് കായ് കിട്ടുകയും ചെയ്യത്തുള്ളൂ. നമുക്ക് ചാണകപ്പൊടിയും അതുപോലെ സ്റ്റെറാമിലും നമുക്ക് ഈ ചെടിക്ക് ഇട്ട് കൊടുക്കാമേ. ഇതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും വളങ്ങൾ കൊടുക്കുമ്പം ചെടിയോട് ചേർത്ത് കൊടുക്കാതെ ചട്ടിയോട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചാണകപ്പൊടി നമ്മൾ ഓൾറെഡി ചാണകപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റെറാമിലും അതുപോലെ ചുറ്റുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാമേ. ഇപ്പം കണ്ടോ, നമ്മൾ അതിൻ്റെ ചട്ടിയോട് ചേർത്താണ് വളങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വെള്ളം നനച്ച് കൊടുക്കണേ. അപ്പം കായ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇച്ചിരി വെള്ളം കൂടി പോയോണ്ടും കുഴപ്പമില്ല. പിന്നെ ഇതിന് പോട്ടി മിക്സ് എപ്പോഴും നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. വെള്ളം കെട്ടിക്കിടക്കരുതേ. വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ ചെടിയൊക്കെ നശിച്ചു പോകും. നമുക്ക് ചട്ടിയിലും വളർത്താം, ഇത് നിലത്തും വളർത്താം. പക്ഷേ ചട്ടിയിൽ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പോട്ടി മിക്സ്, ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. നിലത്ത് നട്ടുപിടിപ്പിക്കുകയും ചതുപ്പായിട്ടുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന അതുപോലുള്ള സ്ഥലങ്ങളിൽ നട്ടുപിടിപ്പിക്കാതിരിക്കുക. നല്ല വെള്ളം വാർന്നു പോകുന്ന സ്ഥലങ്ങളിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ സ്റ്റെറാമിൽ കൊടുത്തത് കൊണ്ട് തന്നെ മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ അതിലിതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ ബോറോൺ, കാൽസ്യം ഇതുപോലുള്ള മൂലകങ്ങളുടെ കുറവുകൊണ്ട് തന്നെ കായ്കളൊക്കെ പൊഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഈ സ്റ്റെറാമിൽ കൊടുക്കാം. അതുപോലെ ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം ഇടയ്ക്ക് നമുക്ക് ചാണകപ്പൊടി വീണ്ടും എല്ലുപൊടിയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാമേ. ഇതുപോലെ മണ്ണൊന്ന് ഇളക്കിയിട്ട്. അപ്പോൾ കൂടുതൽ കായ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിഷ് അമിനോ ആസിഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ ചെയ്ത രീതിയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കേ, താങ്ക് യു.